തിരുവനന്തപുരം നഗരസഭയിൽ കൗൺസിൽ യോഗത്തിനിടെ UDF കൗൺസിലർമാരുടെ ഗുണ്ടായിസം. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും BJP കൗൺസിലറുമായ ചെമ്പഴന്തി ഉദയനെ മർദ്ദിച്ച് KS ശബരിനാഥിന്റെ നേതൃത്വത്തിലുള്ള UDF കൗൺസിലർമാർ. അതേസമയം ഹാജർ രജിസ്റ്റർ അടക്കം കീറിയുള്ള പ്രതിഷേധം അംഗീകരിക്കാനാകില്ലെന്ന് മേയർ VV രാജേഷ് വ്യക്തമാക്കി. നഗരസഭാ കൗൺസിൽ യോഗത്തിനിടെയാണ് ഹാജർ രജിസ്റ്റർ കൈക്കലാക്കിയുള്ള UDFന്റെ പ്രകോപനം സൃഷ്ടിക്കൽ. കൗൺസിലർമാർക്ക് ഒപ്പിടാൻ നൽകിയ രജിസ്റ്റർ KS ശബരിനാഥ് കൈക്കലാക്കുകയായിരുന്നു. നഗരസഭയുടെ ജീവനക്കാരൻ ചോദിച്ചിട്ടും രജിസ്റ്റർ തിരികെ നൽകാതെ പ്രകോപനം. തുടർന്നാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും BJP കൗൺസിലറുമായ ചെമ്പഴന്തി ഉദയനെ KS ശബരിനാഥിന്റെ നേതൃത്വത്തിലുള്ള UDF കൗൺസിലർമാർ കൂട്ടം ചേർന്ന് മർദ്ദിച്ചത്. വനിതാ കൗൺസിലർ ചെമ്പഴന്തി ഉദയനെ മർദ്ദിച്ച് ഷർട്ട് വലിച്ചു കീറി. അപ്പോൾ ഞങ്ങൾക്ക് ഒപ്പിട്ടുണ്ട്. കൗൺസിൽ ഹാളിൽ നിന്ന് പോകുന്നപ്പോൾ ഞങ്ങൾക്ക് ഒപ്പിടണം. ആ അവകാശത്തെയാണ് ശബരിനാഥ് തടഞ്ഞു വെച്ചത്. ആ തടഞ്ഞു വെച്ചാൽ എനിക്ക് ചോദ്യം ചെയ്യാൻ പറ്റുമല്ലോ. എനിക്ക് ഒപ്പിടണ്ടേ? ആ ഒപ്പിടാൻ ചോദിച്ചപ്പോൾ മിനിസ്റ്റർക്ക് തന്നാൽ പോലെ. അത് തരൂല എന്നെ ആക്രമിക്കുവാനും ശ്രമിക്കുന്നതല്ല ഏറ്റവും ഗുരുതരമായ തെറ്റ്. ഇതിനിടെ UDF കൗൺസിലർമാർ ചൂടുവെള്ളമെടുത്ത് BJP കൗൺസിലർമാരുടെ നേർക്ക് ഒഴിക്കുന്നതും വ്യക്തം. അതേസമയം നഗരസഭയിൽ UDF നടത്തിയ ബോധപൂർവമായ അക്രമത്തെ അംഗീകരിക്കാനാകില്ലെന്ന് മേയർ VV രാജേഷ് പറഞ്ഞു. കോടതിയിലടക്കം ഹാജരാക്കേണ്ടി വരുന്ന ആധികാരിക രേഖയാണ് ഇവർ നശിപ്പിച്ചതെന്നും മേയർ. ചിലർ ഗ്ലാസ്സിൽ നിന്ന് വെള്ളം എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒഴിക്കുന്നുണ്ട്. നാളെ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഹാജരാക്കേണ്ട രേഖയാണ്. ഇതൊരു ആധികാരികമായ ഒരു രേഖയാണിത്. അത് എൻ്റെ കയ്യിൽ ഒപ്പിടാൻ ലഭിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒപ്പിടുക, ഒന്നുകിൽ ഉദ്യോഗസ്ഥരെ തിരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അടുത്ത ഒപ്പിടാൻ്റെ ആളുടെ കൊടുക്കുക. അതാണല്ലോ ജനാധിപത്യത്തിൽ മര്യാദ. അല്ലാതെ ആ അറ്റൻഡൻസിനെ കൊടുക്കില്ല, മറ്റാർക്കും ഒപ്പിടാൻ കൊടുക്കില്ല എന്ന് വച്ചിരിക്കുകയും അതിന് ഡാമേജ് വരുത്തുന്ന രീതിയിലുള്ള നിലപാട് സ്വീകരിക്കുന്നത് അത് ഒരിക്കലും തന്നെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കില്ല. കൗൺസിൽ ഹാളിൽ പ്രതിഷേധ മുദ്രാവാക്യം വിളികൾ നടക്കുന്നതിനിടെ എല്ലാ അജണ്ടകളും പാസാക്കി മേയർ VV രാജേഷ് യോഗം പൂർത്തിയായതായി അറിയിച്ചു. അവിശ്വാസ പ്രമേയം പാളിയതിന് പിന്നാലെയാണ് നഗരസഭയിൽ UDFന്റെ ബോധപൂർവമായുള്ള കയ്യാങ്കളി നാടകം അരങ്ങേറിയത്. ജനം, തിരുവനന്തപുരം.